ഇനി ദുബായിൽ സംഘടിപ്പിച്ച ഒരു ഉത്സവത്തെക്കുറിച്ചാണ്. ചെട്ടിക്കുളങ്ങര കുംഭഭരണി മഹോത്സവം. നാട്ടിലെ പോലെ തന്നെ വളരെ വിപുലമായി തന്നെയാണ് ഇവിടെ ഈ ആഘോഷം സംഘടിപ്പിച്ചത്. കുത്തിയോട്ടവും കഞ്ഞിസദ്യയും അടക്കമുള്ളവ ഈ ഉത്സവത്തിൽ ഭാഗമായി. ചെട്ടിക്കുളങ്ങര കുംഭഭരണി മഹോത്സവമാണ്. ഈ കാഴ്ചകൾ ചെട്ടിക്കുളങ്ങരയിൽ നിന്നല്ല, കടലിനിക്കരെ ദുബായിൽ നിന്ന്. കുത്തിയോട്ടപ്പാട്ടും കുതിരയും കഞ്ഞിസദ്യയും എല്ലാം ഒരുക്കിയാണ് ചെട്ടിക്കുളങ്ങര അമ്മ പ്രവാസി സേവാ സമിതി കുംഭഭരണി മഹോത്സവം സംഘടിപ്പിച്ചത്. എമിറേറ്റ്സ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കൂളിലായിരുന്നു പരിപാടി. ചിട്ടവട്ടങ്ങൾ തെറ്റാതെ പരമ്പരാഗത രീതിയിൽ തന്നെയായിരുന്നു ആഘോഷങ്ങൾ. ചെട്ടിക്കുളങ്ങര ക്ഷേത്രം തന്ത്രി പ്ലാക്കുടി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. കുംഭഭരണി ഉത്സവത്തിലെ പ്രധാന വഴിപാടായ കുത്തിയോട്ടം ഏറെ സജീവമായി തന്നെ സംഘടിപ്പിച്ചിരുന്നു. കുട്ടികളും യുവാക്കളും ഉൾപ്പെടെ 60 അംഗ സംഘമാണ് കുത്തിയോട്ടം അവതരിപ്പിച്ചത്. 6 മാസക്കാലം ചുവടിന്റെ പരിശീലനം നടത്തിയാണ് നമ്മൾ ഈ ചുവടും പാട്ടും ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അമ്പരചുംബികളായ 2 കുതിരകൾ ഇന്നിവിടെ നമുക്ക് നമ്മുടെ ഈ പ്രവാസി കൂട്ടായ്മ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ നിന്നുകൊണ്ട്, പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അമ്പരചുംബികളായ 2 കുതിരകളെ ഇവിടെ അവതരിപ്പിക്കാൻ പറ്റും. കേരളത്തിലെ അതിപുരാതനമായ ദേവീക്ഷേത്രങ്ങളിലൊന്നായ ചെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിലെ കുംഭഭരണിയാണ് അവിടുത്തെ ഏറ്റവും വലിയ ഉത്സവം. ആ ഉത്സവത്തിൻ്റെ ഒരു ചെറിയ പതിപ്പാണ് ഞങ്ങളിവിടെ ഇന്ന് നടത്തിയത്. ഏകദേശം 12,000-ൽ കൂടുതൽ ആളുകളായിരുന്നു ഈ കുത്തിയോട്ടവും ഈ കുതിരയും ഇവിടുത്തെ മറ്റ് കെട്ടുകാഴ്ചകളും ഒക്കെ കാണാൻ ഈ പ്രദേശത്തെത്തിയിരുന്നത്. നിങ്ങൾ തന്നെ കണ്ടു, അതിഗംഭീരമായ എന്നുവെച്ചാൽ ആളുകൾക്ക് ഒരു കാരണവശാലും ഇവിടെ നിന്ന് തിരിയാൻ വയ്യാത്ത രീതിയിലുള്ള ആൾക്കൂട്ടമായിരുന്നു ഇവിടെ. കേരളത്തിൽ മാത്രം ചില പ്രത്യേകതകളുള്ള ദേവീക്ഷേത്രമാണ് ചെട്ടിക്കുളങ്ങര. അനേകരാണ് കുംഭഭരണിക്ക് ദുബായിൽ ഒഴുകിയെത്തിയത്. കുത്തിയോട്ടം കാണാനും അറിയാനുമായിട്ടായിരുന്നു പലരുടെയും വരവ്. കുംഭഭരണി ഉത്സവത്തിന് നാട്ടിൽ പോയി പങ്കെടുക്കാൻ സാധിക്കാത്തവർക്ക് വേണ്ടിയാണ് ഇത്തരമൊരു ഉത്സവം ദുബായിൽ സംഘടിപ്പിച്ചത്. ചെട്ടിക്കുളങ്ങര അമ്മ പ്രവാസി സേവാ സമിതി പ്രവർത്തകർ ഇത്തരമൊരു ഉത്സവം സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ്. ഇവിടുത്തെ പരിമിതികൾ കാത്തു നിന്നുകൊണ്ട് നമുക്ക് കഴിയാവുന്നതിൻ്റെ ഉപരിയായി ഇത്രയും സന്നാഹങ്ങളെല്ലാം ഇവിടെ ഒരുക്കി
വളരെ വിപുലമായ രീതിയിൽ ഇത്രയും ആൾക്കാർക്ക് ചെട്ടികുളങ്ങര കുമ്പഭരണി ഇവിടെ ദർശിക്കാനും തേരും കുതിരയും കഞ്ഞിസദ്യയും കുത്തിയോട്ടവും എല്ലാം സംഘടിപ്പിക്കാനും ഞങ്ങളുടെ എളിയ സംരംഭത്തിന് സാധിച്ചതിൽ തികഞ്ഞ ചാരിതാർത്ഥ്യമുണ്ട്. കുംഭഭരണി ഉത്സവത്തോടനുബന്ധിച്ച് നാട്ടിൽ നടക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊന്നാണ് കെട്ടുകാഴ്ച എഴുന്നള്ളത്ത്. ദുബായിലും ഇത് അതേപടി പകർത്തി. 13 കരകളുടെ പങ്കാളിത്തത്തോടെയാണ് കെട്ടുകാഴ്ച ഉത്സവം നടക്കുന്നത്. കൂറ്റൻ കെട്ടുകാഴ്ചയാണ് ദുബായിലും ഒരുക്കിയത്. ഭഗവതി സേവയോടെ ആരംഭിച്ച കുംഭഭരണി മഹോത്സവത്തിൽ ഗണപതി ഹോമം, അർച്ചന, നെൽപ്പറ തുടങ്ങിയവയും ഉണ്ടായിരുന്നു. കഞ്ഞിസദ്യ അടക്കമുള്ളവയും സംഘടിപ്പിച്ചിരുന്നു. 2 ദിവസങ്ങളിലായി ചെട്ടിക്കുളങ്ങര കുംഭഭരണി മഹോത്സവം ദുബായിൽ പുനഃസൃഷ്ടിക്കുകയായിരുന്നു സംഘാടകർ.